എൻ്റെ ഈ സീതപ്പഴ ചെടിക്ക് ഒരു കഥ പറയാനുണ്ട് കേട്ടോ. ഇത് നിൽക്കുന്നുണ്ട് റോഡ് സൈഡിലാണ്. ഇത് ഇവിടെ നമ്മൾ ഈ ടാർ ഇടുന്നതിന് മുന്നേ ആയിട്ട് മണ്ണായിരുന്നു. അപ്പോൾ സീതപ്പഴത്തിൻ്റെ വിത്തിട്ട് പൊടിച്ച് വന്ന ഇത്രയും വലുതായി കേട്ടോ, ഉണ്ടോ? അപ്പോൾ ആവശ്യത്തിന് കായ്ക്ക ഉണ്ട്. അപ്പോൾ ഇത്രയും വലുതായപ്പോഴാണ് ഈ റോഡ് ടാറിടാൻ വേണ്ടി വന്നത്. അപ്പോൾ അവർ പറഞ്ഞു റോഡ് സൈഡിൽ നിൽക്കുന്നതുകൊണ്ട് ഈ സീതപ്പഴ ചെടിയൊക്കെ മുറിച്ച് കളയണമെന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഈ സൈഡിൽ നിന്ന് കുറേ ചെടികളുണ്ടായിരുന്നു, ജമന്തിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ശംഖുപുഷ്പത്തിൻ്റെ ചെടിയൊക്കെ ഉണ്ടായി, അതൊക്കെ മുറിച്ച് കളഞ്ഞു. അപ്പോൾ ഇത് മുറിച്ച് കളയുമെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് വിഷമായി. കാരണം നിറച്ച് കായൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിത് ഫ്രഷായിട്ട് ഇങ്ങനെ നമ്മൾ നട്ട് വളർത്തിയ ചെടി ഇന്നൊരു കാ പറിച്ച് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ഒരു സുഖമാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് മുറിച്ച് കളയാതിരിക്കാൻ പറ്റുമോ, അതൊരു സൈഡിൽ ഒതുങ്ങി നിൽക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മുറിച്ച് കളയേണ്ടി വരുമെന്ന് പറഞ്ഞു. പക്ഷേ എന്തോ ഞാൻ ഭാഗ്യം കൊണ്ട് അവർ ഈ ചെടി മുറിച്ച് കളഞ്ഞില്ല. അത് അങ്ങനെ ഒരു സൈഡിൽ നിർത്തി അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ ടാറിട്ട്, അതുകൊണ്ട് മുറിച്ച് കളയത്തുണ്ട്. ഇപ്പോഴും ഈ ചെടി ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ ഇപ്പോഴും ഇതിൽ നിന്ന് വല്ലപ്പോഴും ഒരു സീതപ്പഴമൊക്കെ പറിച്ച് കഴിക്കുമ്പോൾ അതൊരു സന്തോഷം. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഈ വഴി കൂടെ പോകുന്നവരൊക്കെ ഇതിൽ കായ്ച്ച് നിൽക്കുന്ന പഴുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അവരും പറിച്ച് കഴിക്കാറുണ്ട്. അപ്പോൾ ഈ ചെടിയുടെ നമ്മളെ ഈ സീതപ്പഴത്തിൻ്റെ ഈ തണൽ പറ്റിയാണ് ഇവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മൾ എടുക്കാറുള്ളത്. അതൊരു ഭംഗിയില്ലേ, അതൊരു തണലുമാണ്. ഈ റോഡിനൊരു ഭംഗിയാണ് ഈ സീതപ്പഴ ചെടി. സീതപ്പഴ ചെടി അതിങ്ങനെ കാഴ്ച നിൽക്കുന്ന കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷം. കെട്ടി ഒരുക്കി നിർത്തിയിരിക്കുക ആശാനെ. വണ്ടികളൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കൊമ്പൊക്കെ അവർ ഒടിച്ചിട്ടിട്ടൊക്കെ പോകും. ഇങ്ങനെ റോഡിലോട്ട് ഇങ്ങനെ നിൽക്കുന്ന കൊമ്പുകളൊക്കെ ഒടിച്ച് കളയും. എന്നാലും ഒരു സന്തോഷമല്ലേ. മുറ്റമില്ല, അതാ ഇവിടെ റോഡിൽ കൊണ്ട് വിത്തിട്ട് പൊടിപ്പിക്കേണ്ടി വന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, ഒരു ബട്ടർഫ്ലൈ പറന്ന് നടക്കുന്നുണ്ട്. ഇതിൽ നിന്ന് സീതപ്പഴം പറിച്ച വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ, ഞാനത് കാണിക്കാം. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് വിളഞ്ഞ പഴമൊന്നുമില്ല നിൽക്കുന്നത്, വിളഞ്ഞിട്ടില്ല, പറിക്കാൻ പരിവായിട്ടില്ല. ഇത് പറിച്ച സീതപ്പഴം ഞാൻ കാണിച്ചു തരാം കേട്ടോ, അതിൻ്റെ വീഡിയോ ഉണ്ട്, അതും കൂടി ഇതിൽ കൂടെ ഞാൻ ആഡ് ചെയ്തിരിക്കാം.